സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ സമർപ്പിക്കുന്ന പരിപാടി വയോമിത്ര. എപ്പിസോഡ് 8 മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ. ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം, ആദരവാൽ നരയും ചുഴിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിരാം, സഹായിച്ചിരാം. വയോധികർ നാടിനഭിമാനമല്ലോ. വയോധികരെയെന്നും ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം, സ്നേഹിക്കാം, ആദരവാൽ നരയും ചുളിവെല്ലാം നെഞ്ചിലേറ്റി കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിനഭിമാനമല്ലോ. ഉന്നതമായ പാരമ്പര്യം, അതിൽ നിന്നും ഉയർന്ന് ശ്രേഷ്ഠമായ സംസ്കാരവുമുള്ള മഹത്തായ രാജ്യം, അതാണ് നമ്മുടെ ഭാരതം. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും സംസ്കാരത്തെയും വിലമതിക്കുന്ന രാജ്യം. ഇത്രയും വിശാലമായ പാരമ്പര്യവും സംസ്കൃതിയും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് കൈവന്നത്. അവർ തെളിച്ച വഴിത്താരകൾ, പ്രകാശഗോപുരങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം തിരക്കിലായി. ഓടുകയാണ് നമ്മൾ, അതോ നെട്ടോട്ടം ഓടുകയാണോ? പ്രായമായ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുന്നതിനും എന്തിനും മനസ്സിലാക്കുന്നതിന് പോലും നമുക്ക് കഴിയുന്നില്ല. ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനേ വീണ്ടും തായ്വേരിൻ താങ്ങിനു കേഴും. അത് ശരിയല്ല മുത്തശ്ശ. നമ്മൾ പ്രായമായവരെ ആദരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും അർഹമായ ആദരവ് ലഭിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും ആദരവ് ലഭിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ രാജ്യത്തിൽ ഇത്രയധികം വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ തന്നെ നോക്ക്, എത്രയോ കണ്ണുകളിൽ ദുഃഖം നീളിച്ചു കിടക്കുന്നു. ഏകാന്തതയും വിഷാദവും അവരെ നൊമ്പരപ്പെടുത്തുന്നു. ഭാരത സർക്കാരിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് പിന്തുണ നൽകുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി തന്നെ നോക്ക്, പ്രായമായവരുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിലൂടെ നിരവധി പദ്ധതികളെ പരിചയപ്പെടുത്തുകയും വയോജനങ്ങളുടെ ആവശ്യകതകൾ എന്താണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സാമൂഹിക റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ ഈ പരമ്പര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നിരവധി സംരംഭങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നു. മുതിർന്നവർക്കായുള്ള യോജന പരിപാടികൾ, അവർക്കുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ, കെയർ ഗിവേഴ്സിനുള്ള പരിശീലനം, സേജ്, രാഷ്ട്രീയ വയോശ്രീ യോജന, ഇതുകൂടാതെ തിമിര പ്രശ്നങ്ങൾ, പ്രായമായവർക്കുള്ള ഭക്ഷണക്രമങ്ങൾ, വിദഗ്ധരുടെ മാർഗദർശനങ്ങൾ, മന്ത്രാലയം നൽകുന്ന മറ്റ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നു. ഇപ്പോൾ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളെ ശക്തിപ്പെടുത്തുവാനുള്ള സമയമാണ്. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ടു പോവാം എന്ന് നമ്മളെ പഠിപ്പിച്ച പ്രായമായവർ, അവരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മാനസികമായും
ശാരീരികമായും പിൻബലം നൽകേണ്ടതുണ്ട്. ഞങ്ങളുടെ വയോജനങ്ങൾ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരമ്പരയിലൂടെ ഞങ്ങളുടെ പ്രായമായവർ ആരുടെ മുന്നിലും ഒരു കാരണവശാലും പ്രതിസന്ധി അനുഭവിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം സാമൂഹിക റേഡിയോ അസോസിയേഷന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന അതുല്യമായ ഈ പദ്ധതിയുടെ പ്രായമായവർക്കുള്ള ഒരു ശക്തമായ പിന്തുണയാകാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ ഈ സുവർണകാലത്ത്. വയോധികയെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവായി, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം സഹായിച്ചിടാം, വയോധികർ നാടിൻ അഭിമാനമല്ലോ. കുറെ സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ലക്ഷ്മി നീ എപ്പോഴും ഫോണിലാണ്. സദാസമയം നീ എന്താണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത്രമേലൊന്നുമില്ല മുത്തശ്ശ, വെറുതെ ആളുകളുമായി ചാറ്റ് ചെയ്യുകയാണ്. ആശംസകൾ അറിയിക്കുന്നു, ചുറ്റുമുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു, അത്ര തന്നെ. ആ കൊള്ളാം. ലക്ഷ്മി, നിന്റെ മൊബൈലിന്റെയും സോഷ്യൽ മീഡിയയുടെയും ലോകത്ത് എല്ലാം സൂപ്പർഫിഷ്യലാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നിനക്കറിയാമോ, വൈകാരികമായ വിഷമങ്ങളും വിശേഷങ്ങളും എല്ലാം ഹൃദയപൂർവ്വം പ്രകടിപ്പിച്ചിരുന്നത് കത്തുകളിലൂടെ ആയിരുന്നു, ഇതുപോലെ പടങ്ങളിലൂടെ അല്ല. ശരിയാണ് മുത്തശ്ശ, പക്ഷെ ഈ മൊബൈൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എത്ര ദൂരെ ഇരുന്നാലും മുത്തശ്ശനുമായി സംസാരിക്കാനാകുന്നത്. അത് മറന്നു പോകരുത്. അല്ലെങ്കിൽ തന്നെ ഈ വേഗതയുള്ള ലോകത്ത് ആരെങ്കിലും കത്തെഴുതി സമയം കളയുമോ? കഷ്ടം തന്നെ. ആ അത് ശരിയാണ് കുട്ടി. എന്നാൽ ഈ ആധുനികതയുടെ മധ്യത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും പ്രായമായവർക്കുള്ള ആദരവുമെല്ലാം പിന്നോട്ടു പോകുന്നില്ലേ? പണ്ടൊക്കെ സർക്കാർ പ്രായമായവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതിലെല്ലാവരും പങ്കുചേരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം ടെക്നോളജിയുമായി ബന്ധപ്പെട്ടു. പ്രായമായവരുടെ അവകാശങ്ങളും നിയമങ്ങളും പഠിക്കാൻ ആർക്കും സമയമില്ലെന്നായി. ശരിയാണ് മുത്തശ്ശ, ഞങ്ങൾ മുഴുവൻ സമയവും സ്നാപ്പുകൾ പങ്കിടുകയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് പ്രായമായവരുടെ അവകാശങ്ങളെക്കുറിച്ച് സത്യത്തിൽ ഒന്നും അറിയില്ല തന്നെ. എനിക്ക് അവയെക്കുറിച്ച് പറഞ്ഞു തരാമോ? നമ്മുടെ രാജ്യത്തിൽ
പ്രായമായവർക്കുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട് കുട്ടി. അതൊരു ഉദ്യാനത്തിൽ എത്ര പൂക്കളുണ്ടെന്ന് ചോദിക്കുന്നത് പോലെയാകും. പ്രായമായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിരവധി നിയമങ്ങളും സർക്കാർ പദ്ധതികളും നമുക്കുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രായമായവരിൽ പലർക്കും ഇവയെക്കുറിച്ച് അറിയില്ല എന്നതാണ്. പലരും കുടുംബങ്ങളിൽ നിന്ന് തന്നെ അവഗണന അനുഭവിക്കുന്നവരാണ്. അതിനിടയിൽ ഇതേക്കുറിച്ചൊക്കെ എങ്ങനെ അറിയാനാണ്? അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നിങ്ങളെപ്പോലെ കുടുംബത്തിനും സമൂഹത്തിനും വലിയ പങ്ക് വഹിച്ചവർ, ഒരുപക്ഷെ കുടുംബത്തിനു വേണ്ടി ജീവിതം ത്യജിച്ചവർ. എനിക്കറിയാം, പുതിയ തലമുറയിൽ നിന്ന് നന്മയും കരുണയും പിന്തുണയും സഹാനുഭൂതിയുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു പ്രധാന നിയമമാണ് മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. ഈ നിയമമനുസരിച്ച് കുടുംബങ്ങൾ മുതിർന്നവരെ സംരക്ഷിക്കാത്ത പക്ഷം അവർക്ക് പരിപാലനം ആവശ്യമാണെന്ന് കാട്ടി കോടതിയിൽ പോകാവുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്മി, നീ എന്നെ നന്നായി പരിപാലിക്കണം കേട്ടോ. ഓ, അതൊരു വലിയ അവകാശമാണ്. അതിനാൽ പ്രായമായ ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കുടുംബം അവരെ പിന്തുണയ്ക്കാതിരുന്നാൽ അവർക്ക് കോടതിയിൽ സഹായത്തിനായി പോകാം എന്നർത്ഥം, അല്ലേ? ശരിയാണ്. ഈ നിയമം വളരെ ശക്തമാണ്. പ്രായമായ മാതാപിതാക്കളെ പരിപാലിക്കാൻ കുട്ടികളെ നിയമപരമായി ബാധ്യസ്ഥരാക്കുന്നു. കുടുംബത്തിലെ മുതിർന്നവരുടെ സംരക്ഷണം കുട്ടികൾ അവരുടെ കടമയായി മനസ്സിലാക്കണം. ശരി. എന്നാൽ പ്രായമായവർ അവരുടെ സ്വന്തം മക്കൾക്കു നേരെ നിയമ നടപടികൾ എടുക്കേണ്ടി വരുന്നത് ഹൃദയഭേദകമായ കാര്യമാണ്. ഈ നിയമത്തിന് മറ്റെന്തെങ്കിലും വശങ്ങളുണ്ടോ? ഉണ്ട് മോളെ. നിസ്സഹായരോ അഭയമില്ലാത്തവരോ അതുമല്ല രോഗപരിചരണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്കു വേണ്ടി സംസ്ഥാന സർക്കാർ സമിതികളും പ്രാദേശിക ഘടകങ്ങളും അവർക്ക് വേണ്ടി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കണം. ഈ കേന്ദ്രങ്ങൾ ആരോഗ്യ പരിപാലനം, ഭക്ഷണം, പരിചരണം തുടങ്ങിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കണം. കൂടാതെ സുരക്ഷിതമായ ജീവിതം ഈ നിയമം ഉറപ്പാക്കുന്നുണ്ട്. സർക്കാർ അവരെ സംരക്ഷിക്കുകയും അവരെ മറ്റാരിൽ നിന്നും അപമാനിതരാകാൻ അനുവദിക്കുകയുമില്ലെന്നുള്ള ഈ നിയമം ഉറപ്പു തരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിക്ക് വിധേയരാവുകയാണെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ആ, അത് കൊള്ളാം. അവർ സുരക്ഷിതരായിരിക്കുമെന്നറിയുന്നത് ആശ്വാസകരമാണ്. എന്നാൽ മുത്തശ്ശ, അവർക്ക് ഈ അവകാശങ്ങൾ അറിയാത്ത പക്ഷം അവർക്ക് എങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനാകും? അതിനുവേണ്ടി നമുക്ക് അവർക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. ശരിയാ കുട്ടി. നമുക്ക് വിദഗ്ധരെയും നിയമസേവന അതോറിറ്റിയിലെ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്താനാകും. അവകാശങ്ങൾ, നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ പങ്കുവയ്ക്കുന്നതിനായി അഭിമുഖങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും. അതൊരു നല്ല ഐഡിയയാണ് മുത്തശ്ശ. മുതിർന്നവർ അവരുടെ അവകാശങ്ങൾ അറിയുകയും അവർക്കുള്ള ആദരവും പരിചരണവും ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റ് ശാന്തകുമാർ വയോജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശാന്തകുമാർ. ഇന്ത്യയിലെ പ്രായപൂർത്തിയായവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ നിയമങ്ങൾ പ്രധാനമാണ്. ചില പ്രധാന നിയമങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയാം. ഒന്നാമത്തേത് പ്രായപൂർത്തിയായവരുടെ ക്ഷേമം സംബന്ധിച്ച നിയമമാണ്. ദ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. ഈ നിയമം പ്രായപൂർത്തിയായ മാതാപിതാക്കൾക്കും രക്ഷിതാക്കളായ വ്യക്തികൾക്കും ക്ഷേമം ഉറപ്പാക്കുന്നു. പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് അവരുടെ സംരക്ഷണവും ഭക്ഷണവും മറ്റാവശ്യങ്ങളും ആവശ്യപ്പെടാനുള്ള അവകാശം നൽകുന്നു. വയോജനങ്ങളുടെയും അവരുടെ അവകാശങ്ങളുടെയും സംരക്ഷണത്തിന് പൊതുജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും നിയമപരമായ ഉത്തരവാദിത്തമുണ്ട്. ഈ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പോഷണം നൽകിയില്ലെങ്കിൽ അവർക്കായി അദാലത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ നിയമം നാഷണൽ എൽഡേഴ്സ് പ്രൊട്ടക്ഷൻ പോളിസി. 1999 ഗവൺമെന്റിന്റെ കീഴിൽ തയ്യാറാക്കിയ ഈ നയം പ്രായപൂർത്തിയായവരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കാൻ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനെ ഊർജിതമാക്കുന്നു. പ്രായപൂർത്തിയായവരുടെ ആരോഗ്യ പരിരക്ഷ, സാമൂഹിക സുരക്ഷ, സാമ്പത്തിക പിന്തുണ, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
മൂന്നാമത്തെ നിയമം പ്രായപൂർത്തിയായവരുടെ അനുകൂല കാലാവസ്ഥയ്ക്ക് ഉറപ്പു നൽകുന്നതിനുള്ള വിവിധ പദ്ധതികളാണ്. കേന്ദ്ര സർക്കാർ പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ലഭ്യമാക്കുന്നു. ഇതിലൂടെയാണ് അവർക്ക് ആരോഗ്യ പരിരക്ഷ, പോഷണം, വാർദ്ധക്യക്ഷേമ സഹായങ്ങൾ എന്നിവ ലഭിക്കുന്നത്. പെൻഷൻ പദ്ധതികളിൽ പ്രായപൂർത്തിയായവർക്ക് പ്രത്യേക പരിഗണന ലഭ്യമാക്കേണ്ടതാണ്. നാലാമത്തെ നിയമം പ്രായപൂർത്തിയായവരുടെ ആരോഗ്യ പരിരക്ഷ, ഹെൽത്ത് കെയർ ഫോർ ഓൾഡർ പേഴ്സൺസ്. ആരോഗ്യ പ്രവർത്തന രംഗത്ത് പ്രായപൂർത്തിയായവരുടെ പ്രത്യേക ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനായി പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ പ്രായപൂർത്തിയായവരുടെ ആരോഗ്യ പരിചരണത്തിനായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ വിദഗ്ധനായ അഡ്വക്കേറ്റ് ശാന്തകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. എന്നാൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പ്രായമായവർക്കുള്ള സാമ്പത്തിക പിന്തുണ എന്തെങ്കിലും സർക്കാർ നൽകുന്നുണ്ടോ? പിന്നില്ലേ, നിരവധി പെൻഷൻ പദ്ധതികളുണ്ട്. ഉദാഹരണത്തിന് ദേശീയ വയോജന പെൻഷൻ പദ്ധതി. ഇതിന്റെ കീഴിൽ അർഹരായ മുതിർന്നവർക്ക് പെൻഷൻ ലഭിക്കുന്നു. കൂടാതെ സംസ്ഥാന സർക്കാരുകൾ അവരുടേതായ പെൻഷൻ പദ്ധതികളും സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നു. അത് നന്നായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വയോജനങ്ങൾക്ക് അത് വലിയ സഹായമാവുമല്ലേ? എന്നാൽ മുത്തശ്ശ, ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടാകുമോ? അതാണ് യഥാർത്ഥ പ്രശ്നം. പല പ്രായത്തിലുള്ളവർക്കും അവരുടെ അവകാശങ്ങളെക്കുറിച്ചോ ഇവിടെ നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചോ അവബോധമില്ല തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും കുടുംബാംഗത്തെയോ സമൂഹത്തെയോ ആശ്രയിക്കേണ്ടി വരുന്നു. എന്നാൽ നിയമങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും പരിജ്ഞാനമുള്ളവരാകുമ്പോൾ അവർക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. അതുമാത്രമല്ല, ന്യായവാദം കേൾക്കാനുള്ള അവകാശവും അവർക്കുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതെന്താ ഈ ന്യായവാദം? ഫെയർ ഹിയറിംഗ് എന്ന് നീ കേട്ടിട്ടില്ലേ? പ്രായമായ ഒരാൾക്ക് അന്യായം അനുഭവപ്പെടുകയാണെങ്കിലോ പരാതിയിടാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ നിയമം വാക്കുകൾ കേൾക്കുമെന്ന് ഉറപ്പു തരുന്നു. അതിനെ ഒരു കോടതി എന്ന് വിശേഷിപ്പിക്കാം. അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അവർ അനുഭവിച്ച തെറ്റുകൾ തിരുത്തുന്നതിനും ഈ വെൽഫെയർ ഹിയറിംഗ് അഥവാ ന്യായവാദം സഹായിക്കും. മുത്തശ്ശ, പ്രായമായവർക്ക് എത്രയോ കാര്യങ്ങൾ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ സ്വന്തം അവകാശങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നു. നമുക്ക് ഗ്രാമത്തിലൊരു യോഗം സംഘടിപ്പിച്ചാലോ? അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും അവബോധമുണ്ടാക്കാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ സഹായകമായിരിക്കും. അവരുടെ ജീവിതത്തിലെ അവകാശങ്ങളും മാർഗങ്ങളും അറിയാൻ അത് തീർച്ചയായും സഹായിക്കും. അതെ അതെ, അത് ഒരു അത്ഭുതമായ ആശയമാണോ മക്കളെ? നിന്നെ അഭിനന്ദിക്കാതെ വയ്യ. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിക്കണം. ഞാൻ മറ്റുള്ള പ്രായമായവരോടും ഗ്രാമസഭയോടും ചേർന്ന് ഇത് വിശദമായി ചർച്ച ചെയ്യാം. നീ നിന്റെ കൂട്ടുകാരോടൊക്കെ പറയേ, അവരുടെ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും കൊണ്ടുവരാൻ. മുത്തശ്ശിക്ക് 60 വയസ്സ് തികഞ്ഞില്ലേ? മുതിർന്ന പൗര അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് പോകാൻ പോവുകയാണ്. മുതിർന്ന ആളാകാൻ പോകുന്നു എന്നതിനെ മുത്തശ്ശി എങ്ങനെ നോക്കിക്കാണുന്നു? സന്തോഷത്തോടെയാണ് കാണുന്നത്. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ട് സുഖമായ സന്തോഷമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് സന്തോഷമായ ജീവിതമാണ്. അങ്ങനെ സന്തോഷമായി ജീവിക്കുമ്പോഴും എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് മുത്തശ്ശിക്ക് ഉണ്ടാകുന്നത്? ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടല്ലാതെ മാനസികമായ ബുദ്ധിമുട്ടൊന്നുമില്ല. മക്കളെല്ലാം നല്ല നിലയിലായി, പെൻഷനുണ്ട് ജീവിക്കാൻ. പിന്നെ പെൻഷനായിട്ട് പോലും മക്കളെ നിന്ന് മാസം 2000 രൂപ വെച്ചിട്ട് തരണമെന്നുള്ള രീതിക്കാണ് ഞാൻ അവരിന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ആ രീതിക്ക് ചെയ്യുന്നുണ്ട്. പൈസക്കുള്ള ബുദ്ധിമുട്ടില്ല, മാനസികമായ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ.
മുത്തശ്ശി അതൊരു അവകാശമായിട്ട് ചോദിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം അത്ര കഷ്ടപ്പെട്ട 3 പേരെയും പഠിപ്പിച്ച് വേറെ ഒന്നും സമ്പാദിക്കാതെ പഠിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് തരണം, എന്നെങ്കിൽ മാത്രമേ അവർക്ക്. പിന്നെ ഓടിച്ചെന്ന് എനിക്കൊരു 1000 രൂപ താന്ന് പറഞ്ഞ് അവരെ കൈ കാണത്തില്ല. ശമ്പളം വാങ്ങുമ്പോൾ 50,000 രൂപ ശമ്പളം വാങ്ങുന്നവർക്ക് അമ്മയ്ക്ക് 2,000 രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. മുത്തശ്ശി, ഇങ്ങനെ മക്കളോട് ചോദിക്കുന്ന അവകാശം അല്ലാതെ നേരത്തെ പറഞ്ഞ പെൻഷനുണ്ട്. അതല്ലാതെ ഗവൺമെന്റിന്റെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളെ കുറിച്ച് മുത്തശ്ശിക്ക് അറിയാമോ? അറിയാം, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടത്തില്ല. വിധവ പെൻഷൻ കിട്ടത്തില്ല. എനിക്ക് വയസ്സായ കാലത്ത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, എംപ്ലോയ്മെന്റ് വഴിക്ക് എനിക്കൊരു ജോലി കിട്ടി. അപ്പം അതുമല്ല, ആദ്യം ആരും പറഞ്ഞു തന്നിട്ടില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവകൾക്ക് എംപ്ലോയ്മെന്റ് വഴി ജോലി കൊണ്ടുവന്ന് എനിക്കൊരു 50 വയസ്സ് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ യാദൃശ്യമായിട്ട് സ്വയം തൊഴിൽ, കാരണം ഇനി വയ്യാണ്ടായി മക്കള് മൂത്താള് ജോലിക്ക് കയറിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജോലിക്ക് എടുത്ത് അന്വേഷിച്ച് പോകുന്നില്ല, എംപ്ലോയ്മെന്റ് വഴിക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താം. തയ്യൽ പഠിച്ചിട്ടുണ്ട്, അപ്പൊ സ്വയം ഒരു കട ഇടാമെന്നുള്ള രീതിക്ക് തുടങ്ങി. എംപ്ലോയ്മെന്റ് ചെല്ലുമ്പോഴാണ് എന്റെ പേര് ലിസ്റ്റ് കിടക്കുന്നു, എനിക്ക് ജോലിക്കുള്ള കാർഡ് അയക്കാൻ പോവുകയാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ സ്വയം തൊഴിൽ മതിയാക്കി ഗവൺമെന്റ് ജോലിക്ക് കയറി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കയറി, അറ്റൻഡറായിട്ട് കയറി 10 വർഷത്തെ ജോലി ചെയ്തു, റിട്ടയർമെന്റ് ആയി. അപ്പൊ ആ പെൻഷൻ എനിക്ക് റിട്ടയർമെന്റ് ആകുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. മാക്സിമം ഒരു 32 വയസ്സിൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു. മൂത്ത ആളിന് 11 വയസ്സും രണ്ടാമത്തെ ആളിന് 7 വയസ്സ്, എന്റെ 5 വയസ്സുമായിരുന്നു. ഒരു നിവർത്തിയില്ലാതെ തലയ്ക്ക് മീതെ കടം മാത്രമുള്ള സമയത്താണ് ഞാൻ ജീവിക്കാൻ ഇറങ്ങിയത്. അതുവരെ എന്തെന്ന് അറിഞ്ഞിട്ടില്ല ലോകം, സുഖിച്ച് ജീവിച്ചു. ഒരു മോളേ ഉള്ളൂ, അമ്മ നന്നായിട്ട് ജീവിച്ചു. ഹസ്ബൻഡിന്റെ വീട്ടിലും ആദ്യത്തെ മരുമകൾ, 5 ആൺമക്കളിൽ ആദ്യത്തെ മരുമകൾ എന്ന രീതിക്ക് ഒരുപാട് സുഖിച്ച് ജീവിച്ച ഞാനാണ്. ഒരു അദൃശ്യമായ ഒരു ഷുഗർ എന്നൊരു അസുഖം വന്ന ആ മനുഷ്യൻ മരിച്ചപ്പോ ഒന്നും അറിഞ്ഞുകൂടാ. വീടെന്താ എന്നറിയത്തില്ല. വീട് തന്നെ വെച്ച് പാതിയായിട്ടിരിക്കുക. വീടെല്ലാം പണയത്തിലാണ് വീട് വയ്ക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കാൻ ഇറങ്ങുന്നത്. ഒരു ജോലിക്കും പോയിട്ടില്ല. അന്നൊക്കെ കിട്ടിയ ജോലിയൊന്നും പോണ്ട എന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞ്, അമ്മയും അച്ഛനൊക്കെ ഹസ്ബൻഡിന്റെ ആൾക്കാർ പറഞ്ഞു നീ ഇപ്പൊ ജോലി ചെയ്തിട്ടൊന്നും കൊണ്ടുവരണ്ട. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അത് യാദൃശ്യമായി പെട്ടെന്നൊരു അസുഖം വന്ന ഒരു 50 വയസ്സായ മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് 1 വർഷം കൊണ്ടങ്ങ് മരിച്ചു. അപ്പം സഹായിക്കാൻ ആരുമില്ല, സഹോദരനൊക്കെ ഉണ്ടെങ്കിലും തരുന്നതിനൊരു പരിധിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു യാദൃശ്യത്തിൽ ഞാൻ 3 പിള്ളേരെ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. 32 വയസ്സായ സ്ത്രീ എന്ന് പറയുമ്പോൾ ജോലിക്ക് എന്നും പറഞ്ഞ് അന്വേഷിച്ചിറങ്ങുമ്പോഴും പലയിടത്ത് ജോലിക്ക് പോകുമ്പോഴും ഒരുപാട് അസ്വസ്ഥതയുണ്ട്. ആൾക്കാരെന്നൊക്കെ അപവാദം കേൾക്കുക, ഇതെല്ലാം ഭർത്താവിന്റെ ഏരിയയാണ്, എന്റെ ഏരിയ അല്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഇവിടുന്ന് സ്ഥലം, ആ 13 വയസ്സായ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് യാത്രയായി. ഞങ്ങളൊരു വീട് മാറണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി മാറി മലയൻകീഴ് അമ്പലത്തിന്റെ അടുത്തൊരു വീടെടുത്തു. അമ്പലത്തിൽ പൂവട്ടാനും നിർമ്മാല്യം തൊഴാനും അവിടെ പാചകത്തിന് സഹായിക്കാനും, അപ്പൊ നമുക്ക് 2 ദിവസത്തെ ഫുഡ് കിട്ടുകയും അങ്ങനെയൊക്കെ. പിന്നെ മോൻ പത്രം ഇടാനൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആ ബുദ്ധിമുട്ട് അവര് മനസ്സിലാക്കണം. എന്റെ അമ്മയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അപ്പൊ അവരമ്മയ്ക്ക് കൊടുക്കണം. ഈ 60 കഴിഞ്ഞ ആളുകൾക്കുള്ള മറ്റെന്തെങ്കിലും നിയമങ്ങളെ കുറിച്ച് മുത്തശ്ശിക്ക് അറിയാമോ? അറിയത്തില്ല, ഒന്നിനെ കുറിച്ചും അറിയത്തില്ലായിരുന്നു. ഈ വിധവാ പെൻഷൻ കിട്ടുമെന്നറിയാം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ മറ്റേ കാർഷിക പെൻഷൻ അങ്ങനെ എന്തോ ഉണ്ട്, അത് അറിയാം. ഇവിടെ വയോജനങ്ങൾക്കായിട്ട് നിരവധി നിയമങ്ങളുണ്ട് മുത്തശ്ശി. ആ നിയമങ്ങളൊന്നും വാസ്തവത്തിൽ മുത്തശ്ശിക്ക് അറിയില്ലെന്നാണോ പറയുന്നത്? ഒന്നും അറിയത്തില്ല. എനിക്ക് സീനിയർ സിറ്റിസൺ ട്രെയിനിലൊക്കെ നമുക്ക് തരാറുണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ. അല്ലാതെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അല്ലാതെ ഒന്നും എനിക്കറിയത്തില്ല, ഞാനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല, സത്യത. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി, ഞാൻ കുറച്ച് നിയമവശങ്ങൾ മുത്തശ്ശിക്ക് പറഞ്ഞു തരാം. ഇവിടെ ഇരിക്കുന്ന പ്രായമായവർക്ക് ചിലപ്പോൾ അതൊക്കെ ഉപകാരപ്രദമായാലോ. അതിലൊന്നാമത്തേത് പ്രായപൂർത്തിയായവരുടെ ക്ഷേമം സംബന്ധിച്ച നിയമമാണ്. രണ്ടാമത്തേത് നാഷണൽ എൽഡേഴ്സ് പ്രൊട്ടക്ഷൻ പോളിസിയാണ്. മൂന്നാമത്തേത് പ്രായപൂർത്തിയായവരുടെ അനുകൂല കാലാവസ്ഥയ്ക്ക് ഉറപ്പു നൽകുന്നതിനുള്ള വിവിധ പദ്ധതികളാണ്. നാലാമത്തേത് പ്രായപൂർത്തിയായവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ളതാണ്. ഞാൻ മുത്തശ്ശിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ വിശദമായ ലഘുരേഖകൾ തരാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയോജനപ്പെട്ടാലോ. മുത്തശ്ശി, വിധവ എന്നല്ലാതെ മുത്തശ്ശിക്ക് സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ
60 വയസ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേർതിരിവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാരും എന്നെ നല്ല രീതി, കാരണം ഞാൻ ഈ നാരായണീയം നാരായണം പഠിക്കുക, ഭഗവത്ഗീത, മറ്റേ മഹാഭാരതം ഇതൊക്കെ പഠിക്കുകയും അതിന്റെ യൂണിയന് ഞങ്ങൾക്ക് കുറെ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അതിന്റെ കുറെ യാത്രകളൊക്കെ പോകാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നടക്കണമെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. നമുക്ക് കറക്റ്റ് ഒരു ഗുരുവായൂർ ഒരു മാസത്തെ ഒരു ദിവസത്തെ വായന കിട്ടാറുണ്ട്. അത് പോകുന്നത് തന്നെ നമുക്കൊരു ഉത്സവം പോലെയുള്ള ഒരു, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനൊന്നും സമയമൊന്നുമില്ല. മുത്തശ്ശി, പ്രായമായ ഈ സമയം മുത്തശ്ശി എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അത് ക്ലാസ് ഓൺലൈനാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂർ വരെ 3 ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകും. അത് കഴിയുമ്പോൾ അത് പഠിക്കുക, കാണാതെ പഠിക്കുക, അത് തിരിച്ച് വായിച്ചിടുക. പിന്നെ നമ്മൾ യാത്രയെക്കുറിച്ച് ഓരോരുത്തരോട് സംസാരിക്കുക, പിന്നെ ഗ്രൂപ്പുകളുമായിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുക, പഠിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ വായിക്കുക, അതൊക്കെ തന്നെയാണ്. അങ്ങനെ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നതുവരെ എനിക്ക് സമയം തികയുന്നില്ല. അത് തന്നെയാണ്. അല്ലാതെ ഇവരെ മക്കളെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവരെന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എന്നോട് വന്ന് പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തേലും കണ്ട കാര്യം ചോദിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ കാര്യത്തിനൊന്നും. മുത്തശ്ശിക്ക് സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? പറ്റുന്നുണ്ട്, ഉറപ്പായിട്ടും പറയാം, എനിക്ക് പറ്റുന്നുണ്ട്. ഇതേ പ്രായമുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രായമുള്ള ഒരാളോട് മുത്തശ്ശിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? മക്കളെ ശല്യം ചെയ്യാതെ, അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ, ഇതുപോലെ പാരായണം ഇതിന്റെ പിറകെ അങ്ങ് പോവുക, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോവുക, ഒരുപാട് അമ്പലത്തിൽ പോവുക. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതിന് തന്നെയാണ് ഞാൻ അവരോട് പൈസ ചോദിക്കുന്നത്. എനിക്ക് പോകാൻ സമയമാകുമ്പോൾ എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം. അപ്പോഴും ചെന്നിട്ട് ഒരു 2000 രൂപ എനിക്ക് യാത്രയ്ക്ക് താ എന്ന് പറഞ്ഞാൽ ഇവരെ കൈ കാണത്തില്ല. ശമ്പളം വാങ്ങുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യം അവർക്കാണ്. ഇപ്പം 10,000 രൂപ ആവശ്യമാണെങ്കിൽ അവർക്ക് അത് എടുത്തോളാം, കുഴപ്പമില്ല. പക്ഷെ എനിക്കത് കമ്പൽസറി ആയിട്ട് തരണം എന്ന് ഞാൻ അവരോട് 3 പേരുടെയും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് തന്നെയാണ് അവരോട് പറയുന്നത്. മക്കളെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, സ്വന്തമായിട്ട് നിൽക്കുക, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ള ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഒരുപാട് പേര് കുടുക്കിപ്പെട്ടിട്ട് അവർക്ക് ഊരാൻ പറ്റില്ല, വിളിച്ചാൽ വരാൻ പറ്റില്ല, മോളുണ്ട്, കൊച്ചുണ്ട്, നോക്കണം ഇങ്ങനെ. പക്ഷെ അതൊന്നും നമ്മളെ ബാധ്യതയല്ല. കാരണം അവർ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ നിർത്തി കൊച്ചിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം ആ ഒരു കുടുംബം കൂടെ അവരെ കൊണ്ട് രക്ഷപ്പെടും. നമ്മളിപ്പോ ഒരു ജോലിക്കാരെ നിർത്തി ഒരു കൊച്ചിനെ നോക്കാൻ നിർത്തിയാൽ അടുക്കളയ്ക്ക് ഒരു ആളെ നിർത്തി കഴിഞ്ഞാൽ നമ്മളെ പൈസ കൊണ്ട് ആ ഒരു കുടുംബം കൂടെ രക്ഷപ്പെടുത്തില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിനാ കിടന്ന് ബുദ്ധിമുട്ടണം? നമ്മൾ പ്രായമായി, എല്ലാം ദ്രവിച്ചു തുടങ്ങി. നമ്മൾ രോഗിയായി അവർ ലീവ് എടുത്ത് നിൽക്കണ്ടേ? പക്ഷെ നമ്മള് സുഖമായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ലീവ് എടുക്കണ്ട. അങ്ങനെ ഒരു ജോലിക്കാരി നിർത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു കുടുംബം കൂടെ ഇവരെ പൈസയ്ക്ക് രക്ഷപ്പെടും. കാരണം ഒരുപാട് പൈസ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേരെ കൈ നീട്ടിയാണ് എന്റെ മക്കളെ 3 പഠിപ്പിച്ചത്. അല്ലാതെ ആരും പൈസ തന്നതോ ഒന്നുമല്ല. മുത്തശ്ശിക്ക് ഈ പ്രായത്തിലെ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. എന്റെ മക്കളില്ലെങ്കിൽ എന്റെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് എനിക്ക് എപ്പോഴും, പിന്നെ ക്ഷേത്രയാത്രയ്ക്കുള്ള ഗ്രൂപ്പ്, ഈ 2 ഗ്രൂപ്പുകളും എനിക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യങ്ങളെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ സംസാരിച്ച് സന്തോഷിക്കും. അല്ലാതെ എനിക്ക് ഒറ്റപ്പെടാനൊന്നും ഇനി അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ല, ഇതുവരെ ഇല്ല. മുത്തശ്ശിക്ക് ഏതെങ്കിലും പെൻഷനേഴ്സ് യൂണിയനിൽ അംഗത്വമുണ്ടോ? ഞാനിവിടെ അല്ലാത്തത് കൊണ്ട് എന്നെ അത് ചേർത്തിട്ടില്ല. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം 3-4 പേര് ഇവിടെ ഫോം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ആണെങ്കിൽ മാത്രമേ എന്നെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. എങ്കിൽ ഞാൻ യൂണിയനിൽ ചേരും. വാർദ്ധക്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഗ്രൂപ്പ് പഞ്ചായത്തിന്റെ കീഴിൽ ഇവിടെ ഇവിടെ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചേർന്നില്ല. സ്ഥിരമായിട്ട് ഇവിടെ അല്ലാത്തതുകൊണ്ട് അവർക്ക് ചേർക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ അത് 2ലും ചേരും. മുത്തശ്ശിക്ക് യുവാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ? യുവാക്കളോട് സ്വന്തമായി ജീവിക്കാനുള്ളൊരു കരുതലുണ്ടാവുക, അത് തന്നെയാണ്. അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ അവരൊരു സ്വന്തം പാകം ചെയ്യുക, ആരുടെയും പ്രേരണയിൽ പോവരുത്. അത് തന്നെയാണ് വീട്ടുകാരുടെ പോലും പ്രേരണ. അവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാക്കി കൊടുക്കുകയാണ് വീട്ടുകാർ ചെയ്യാനുള്ളത്. സ്വന്തമായിട്ട് ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, സ്വന്തമായിട്ടൊരു നിലപാട് അവർ തന്നെ എടുക്കണം. നീ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറയാനൊന്നും വീട്ടുകാരെ സമ്മതിക്കരുത്, എന്നാൽ അവർ നശിക്കും. മുത്തശ്ശിക്ക് വയോജനങ്ങളോട് ഒരു സന്ദേശമായിട്ട് എന്താണ് പറയാനുള്ളത്? വയോജനങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇനി ദൈവത്തിന്റെ സന്നിധി പോകേണ്ട ആൾക്കാരാ. നമ്മൾ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടുംബം വേണ്ട, നമ്മൾ ദൈവത്തിന്റെ സന്നിധി പോകണം. നമ്മൾ ആ ഒരു ചിന്ത മാത്രം മതി. രാവിലെ ഇരിക്കുക, ആരോഗ്യമുള്ളിടത്തോളം കാലം നിർമ്മാല്യം തൊഴാൻ പോവുക, അടുത്തുള്ള അമ്പലത്തിൽ പോവുക, കുറെ സമയം അവിടെ ഇരിക്കുക, വീട്ടിൽ വരിക, പാരായണം ചെയ്യുക, ഇത് കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ഈ കുടുംബത്തിൽ പെട്ടുപോയി നമുക്ക് ഊരിപ്പോരാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നോക്കണ്ട അല്ല സാഹചര്യം. അമ്മ ഒന്ന് നോക്കണേ, അമ്മ 2 ദിവസത്തേക്ക് നിൽക്കട്ടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നിർത്തി അമ്മ ഒന്ന് ഇവിടെ നിൽക്കാം, എനിക്ക്
ഗ്രാമസഭയിൽ പോയി മുതിർന്നവരെ കണ്ടു. അജിതകുമാരി മുത്തശ്ശിയോട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവരോട് സംസാരിച്ചു. അവർക്ക് ശരിക്കും മനസ്സിലായി അവർ സഹായമില്ലാത്തവരോ ഒറ്റപ്പെടുന്നവരോ അല്ലെന്ന്. സർക്കാർ അവരെ എങ്ങനെ പിന്തുണയ്ക്കുന്നുവെന്ന് അവരോട് പങ്കുവയ്ക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഗ്രാമത്തിലെ പ്രായമായവരുമായി സംസാരിക്കുന്നതിനും അവരുടെ അനുഭവങ്ങൾ കേൾക്കുവാനും കഴിഞ്ഞു. മുത്തശ്ശ, ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പറയാമോ? എല്ലാ നിയമങ്ങളും പദ്ധതികളും പ്രായമായവർക്ക് ആദരവോടെയും സ്വാഭിമാനത്തോടെയും ജീവിക്കുവാൻ സഹായിക്കുന്നവയാണ്, അല്ലേ? അതേ കുട്ടി, പ്രായമായവർക്ക് ആദരവ് ലഭിക്കുക തന്നെ വേണം. അവർ അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കണം. സർക്കാർ ചുവടുവെപ്പുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും സമ്പൂർണമായ മാറ്റമുണ്ടാകണമെങ്കിൽ സമൂഹം അവരുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാലേ കഴിയൂ. ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രായമായവർക്ക് ഒരു രീതിയിലും വേദനയും അവഹേളനങ്ങളും അനുഭവപ്പെടരുതെന്നും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ഈ നിയമങ്ങളെല്ലാം പ്രായമായവർക്ക് സമാധാനത്തോടെ ആദരവോടെ ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. എത്ര മഹത്തായ കാഴ്ചപ്പാടാണെന്ന് നോക്കൂ. മുത്തശ്ശനോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രചോദനമുണ്ടാകുന്നു. ഞാൻ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ യുവതലമുറ ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. നാം നമ്മുടെ പ്രായമായവരുടെ സുരക്ഷയും ഗൗരവവും ഉറപ്പാക്കാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ അവകാശങ്ങൾ അറിയിക്കുന്നതിനായി നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാനാകട്ടെ. അതെ അതെ, അത് അങ്ങനെ തന്നെ ആയിരിക്കണം കുട്ടി. നിങ്ങളുടെ തലമുറയുടെ മനോഭാവം തന്നെയാണ് യഥാർത്ഥ മാറ്റം കൊണ്ടുവരേണ്ടത്. ഓരോരുത്തരും അവരവരുടെ വീടുകളിലും സമൂഹത്തിലും പ്രായമായവരോട് ആദരവും സ്നേഹവും കാണിച്ചാൽ നമ്മുടെ വേരുകൾ കൂടുതൽ ദൃഢമായിരിക്കും. വേറെ അറുത്തു വളരുന്നത് നല്ലതല്ല തന്നെ. മുത്തശ്ശ, ഞാൻ ഗ്രാമത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ മണ്ണിൽ വേരാഴ്ത്തിക്കൊണ്ട് എനിക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും പ്രായമായവർക്കായി എന്തെങ്കിലും അർത്ഥപൂർണമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും അവർ ഒറ്റപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താനും ജീവിതം സന്തോഷപൂർവ്വം അനുഭവിക്കാനും ഒരു തട്ടകം സൃഷ്ടിക്കാനായിരിക്കും എന്റെ ശ്രമം. അത് പൊളിച്ചു. ആ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ യുവാവും ഇതുപോലെ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ നമ്മുടെ പ്രായമായവരുടെ ജീവിതം എത്ര സന്തോഷം നിറഞ്ഞതായിരിക്കും. ലക്ഷ്മി, നീ ഒരു മാതൃകയാവണം. പ്രായമായ ഓരോരുത്തർക്കും അവരുടെ ജീവിതം ആദരവും ഗൗരവമുള്ളതുമാണ്. നാം അവർക്ക് അതിനുള്ള അവസരം നൽകുകയും അതിനായി ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും ചെയ്താൽ അതേക്കാൾ വലിയ സാമൂഹിക പ്രവർത്തനം വേറെയില്ല. സമൂഹത്തിൽ മാറ്റം സ്വാഭാവികമായി ഉണ്ടാകും. നിന്റെ പാത പിന്തുടരാൻ യുവാക്കൾക്ക് കഴിയട്ടെ. പ്രായമായവർക്ക് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തണം. അതിലൂടെ ഗ്രാമത്തിലെ പ്രായമായവർക്ക് അവരുടെ അവകാശങ്ങളിലുള്ള അവബോധം ലഭ്യമാക്കാൻ കഴിയും. എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായാൽ യുവാക്കൾക്ക് അത് ഏറ്റെടുത്ത് നടത്തുന്ന തരത്തിലായിരിക്കണം ആ കൂട്ടായ്മ. അടിബലെ, അത് കൊള്ളാം. അത് അത്യുത്തമമായ ഒരു ആശയമാണ്. ലക്ഷ്മി, നിന്റെ ഈ ആശയം പ്രായമായവർക്ക് അവരുടെ ശബ്ദമുയർത്താനുള്ള അവസരമൊരുക്കും. അവർക്ക് സമൂഹത്തിൽ അവരുടെ സ്ഥാനമുറപ്പിക്കാനാകും. ഞാൻ എല്ലാ അർത്ഥത്തിലും നിന്നെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. ജയ് വയോജനങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിൽ നാം പ്രായമായവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഞങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്ത് കാര്യം? ലക്ഷ്മി, ഈ പരിപാടി ഇതിനകം തന്നെ ഈ രാജ്യത്തെ 100 കണക്കിന് പ്രായമായവർക്ക് പ്രയോജനം നൽകി കഴിഞ്ഞു. 200ഓളം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ അവരുടെ സമൂഹങ്ങളിൽ അവബോധം ഉയർത്തുന്നതിനായി കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് സമൂഹം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും സഹായത്തിനായി പ്രായമായവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 145667 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാദേശിക കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ തേടാൻ ഞങ്ങൾ എപ്പോഴും പ്രതിബദ്ധരാണ്. കൂടുതൽ വിവരങ്ങളും ഉൾക്കാഴ്ചകളുമായി ഉടൻ നമ്മൾ തിരിച്ചെത്തും. അതുവരെ സജീവമായി തുടരുക, കേൾക്കുക, പ്രവർത്തിക്കുക. നമസ്കാരം. വയോമിത്ര, നമ്മുടെ വയോധികർ
നമ്മുടെ അഭിമാനം. അവതരിപ്പിച്ചത് അപർണ JS, ശ്രീലാൽ VS. സാങ്കേതിക സഹായം നന്ദകുമാർ, വിഷ്ണു മോഹൻ M, അബി സ്റ്റീഫൻ.